മോട്ടോർ വാഹന വകുപ്പിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടൊരു മാറ്റമാണ് RC നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നൊരു സംവിധാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ആൻ്റണി തോമസ്. ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും വാഹന ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, LIC പോളിസി, ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെക്കുറിച്ചും പോളിസികളെക്കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ കുറച്ച് നാൾ മുൻപ് വരെയൊക്കെ നമുക്ക് ഇപ്പോൾ വണ്ടി പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ RC കിട്ടാനായിട്ട് ഒരുപാട് താമസം വരാറുണ്ട്. അതേപോലെ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ചെയ്തിട്ടുള്ള RC കിട്ടാൻ ഇതേപോലെ വളരെ സമയം വൈകാറുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അല്ല RCയിൽ പേര് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് പേര് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇന്നൊരു സാഹചര്യമായിരുന്നു മുൻപ്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതിൽ വലിയൊരു മാറ്റം വന്നു. ഇപ്പം നമ്മൾ പേര് മാറ്റാൻ വേണ്ടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ RTOയുടെ ആപ്പിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ RC നിങ്ങൾക്ക് അതിന് എടുക്കാം. ഇനി അതിന് അറിയില്ല അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സൗകര്യം ഇല്ല എങ്കിൽ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആ പോളിസി വണ്ടിയുടെ ഡീറ്റെയിൽസ്, വണ്ടി നമ്പർ, എൻജിൻ നമ്പർ, ചേസ് നമ്പർ, ഈ കാര്യങ്ങളും കൊണ്ട് നമ്മൾ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു OTP വരും. OTP പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ RC നിങ്ങൾക്ക് കിട്ടും. അത് വേണമെങ്കിൽ ലാമിനേറ്റ് ചെയ്തിട്ട് ID കാർഡ് രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് മാത്രം മതിച്ച് അങ്ങനെയും കിട്ടും. അതിൻ്റെ സൗകര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഒരു വലിയൊരു തലവേദനയായിരുന്നു മുൻപൊക്കെ അത് കിട്ടാൻ. വലിയൊരു വീട്ടിലേക്ക് ബൈപോസ്റ്റ് വരില്ലായിരുന്നു. ഇപ്പോൾ ആ സംവിധാനം ഇല്ല. പകരത്തിന് ഓൺലൈനിൽ നമുക്ക് കിട്ടാനുള്ള സംവിധാനമായപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്. ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. അപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ പരമാവധി എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ള നിങ്ങൾ എന്നെ പരമാവധി വിളിക്കാതിരിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ഒരു വോയിസ് ഇടുക, എന്താ കാര്യം ചെയ്യും. അതേപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. പക്ഷേ അതിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ വോയിസ് ഇടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.